ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ വീണ്ടും ആരോപണവുമായി ഹർഷീന. സർക്കാർ കൂടെയുണ്ടെന്ന് പറയുന്നതല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല. തുടർ ചികിത്സ സൗജന്യമാക്കണമെന്നാണ് ഹർഷീനയുടെ ആവശ്യം. വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് പിന്നാലെയാണ് പ്രതികരണം. നമ്മളെ സാമ്പത്തികാവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രയും അവസ്ഥയിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത്. നമ്മളിതിനൊരു പരിഹാരമാവും എന്ന് പ്രതീക്ഷയിൽ നിൽക്കാനാണ്ട് 1.5 വർഷമായിട്ടും ഒരു രൂപത്തിലുള്ള ഒരു പരിഹാരവും നമ്മളടുത്തേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. ഇനി ആരോടാ എങ്ങനെ പറയേണ്ടത് നമുക്കറിയില്ല. ഇനി ഒരു ട്രീറ്റ്മെൻറ്റിന് മുന്നോട്ടുള്ള ഒരു തുടർ ചികിത്സക്കെങ്കിലുള്ള ഒരു വകുപ്പ് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ എത്രയും കൂടെ ഉണ്ടെന്ന് ഡെയിലി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കിട്ടിയേ പറ്റും. അല്ലെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല, സഹതാപം പറഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ആ ഒരു പരിഹാരം എന്തായാലും വന്നേ പറ്റൂ. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലോ ആ ഒരു ചികിത്സ സൗജന്യമായിട്ട് ഗവൺമെൻറ് നമുക്ക് അനുവദിച്ചു തരണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള അതിനൊരു നീക്കം ഉണ്ടാവണം എന്നുള്ളതാണ്. മിഥില ബാലൻ വിശദാംശങ്ങളുമായി. മിഥില, ഹർഷീനയുടെ ദുരിതം പുറത്തു കൊണ്ടുവന്നത്, പുറം ലോകത്തെ അറിയിച്ചത് 24 ആണ്. ഇപ്പോൾ എന്താണ് തൻ്റെ അവസ്ഥ എന്നതാണ് അവർ വ്യക്തമാക്കുന്നത്. സർക്കാർ ഏത് തരത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, അത് എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങിയ കാര്യങ്ങൾ അവർ എങ്ങനെ വിശദീകരിക്കുന്നു. ഒപ്പം ഇപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, ഇന്നലെയാണ് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ ഭാഗത്ത് വേദനയെ തുടർന്ന് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഹർഷീന ചികിത്സ തേടിയത്. ഇന്നലെ CT സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾക്ക് ഇവർ വിധേയമായിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണം എന്ന ഒരു നിർദ്ദേശമായിരുന്നു ഡോക്ടർമാർ നൽകിയത്. എന്നാൽ വ്യക്തിപരമായ ചില കാരണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ നിന്ന് വിടുതൽ വാങ്ങി പോവുകയായിരുന്നു അവർ. ആ സമയത്ത് ഇന്നലെ ഉൾപ്പെടെ ഈ ഒരു കത്രിക വയറ്റിൽ കുടുങ്ങിയതിന് ശേഷമുണ്ടായ സംഭവങ്ങളിൽ ഇവർ വലിയ രീതിയിൽ സാമ്പത്തിക പ്രയാസത്തിലാണ്. വിവിധ ആശുപത്രികൾ, നമുക്കറിയാം, നമ്മൾ തന്നെ 24 തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവർക്കുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പറഞ്ഞതാണ്. വിവിധ ആശുപത്രികളിൽ ഇതിനകം തന്നെ അവർ ചികിത്സ തേടിയിട്ടുണ്ട്. ഇന്നലെ വീണ്ടും ഇത്തരത്തിൽ ഈ ഒരു സ്വകാര്യ ആശുപത്രിയിൽ വലിയൊരു തുക ഈ പരിശോധനകൾക്കും മറ്റുമായി അവർക്ക് നൽകേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ ഒരു പ്രതികരണത്തിൽ തന്നെയുണ്ട്, അവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവർ പറയുന്ന ഒരു കാര്യം, താൻ ചോദിക്കുന്നത് ന്യായമായ കാര്യമാണ്. അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയാണ്. കാരണം അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയാണ് അവരുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച ഒരു സംഭവം. അതിനുശേഷം ഹർഷീന അനുഭവിച്ച കാര്യങ്ങൾ ഓരോ സംഭവങ്ങളും നമ്മൾ വാർത്തയായി നൽകിയിട്ടുണ്ട്. അത് പ്രേക്ഷകർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ അവർ പ്രധാനമായും ഇത്തരമൊരു ചികിത്സ സൗജന്യമാക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന് പിന്നിൽ ഈ ഭാരിച്ച ചികിത്സാ ചെലവ് തന്നെയാണ്. അത്തരത്തിൽ അവർക്ക് ഒരു ചികിത്സ തുടർന്നുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലെ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ തന്നെ ഒരു സർജറി വേണമെന്നൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ വരും ദിവസങ്ങളിൽ അവർക്ക് ചികിത്സാ ചെലവ് ഉണ്ടാകും. അത്തരം ചികിത്സാ ചെലവെല്ലാം ആരോഗ്യവകുപ്പ് എടുക്കണം എന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ആരോഗ്യവകുപ്പിനെതിരെ കടുത്ത വിമർശനം അവർ ഉന്നയിച്ചിട്ടുണ്ട്. എപ്പോഴും തനിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് ആരോഗ്യമന്ത്രി തന്നെ കാണുമ്പോഴെല്ലാം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതൊന്നും ഇപ്പോൾ നടപ്പിലാകുന്നില്ല. നഷ്ടപരിഹാരത്തിന്റെ കാര്യം സംസാരിക്കുന്നില്ല. തന്നെ മറന്ന മട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ്, ഹർഷീനയെ തന്നെ ആരോഗ്യവകുപ്പ് മറന്നു എന്ന ഒരു വിമർശനം കൂടി ഹർഷീന പങ്കുവെക്കുന്നുണ്ട്. അനുജ, ആരോഗ്യവകുപ്പിനെതിരെയാണ് ഹർഷീന രംഗത്തെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.